ഒരു പ്രമേഹ രോഗിക്ക് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം, നിങ്ങൾ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേൽക്കുന്നത്? ചിലപ്പോൾ ജോലിക്കാരായിരിക്കാം, അവർ നേരത്തെ എഴുന്നേൽക്കും. ചിലപ്പോൾ അമ്മമാരാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഡയബറ്റീസ് കുറേ കൂടുതൽ വന്നില്ല, അവർ രാവിലെ തന്നെ ഓടുന്ന ആൾക്കാരാണ് ജോലിക്ക് വേണ്ടി. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭക്ഷണമാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ ഫുഡിൽ ഇപ്പോൾ പ്രാതൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ അതിൽ ഹൈ പ്രോട്ടീൻ, ലോ കാർബ്, ഹൈ ഫൈബർ, ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇത് 4 പെടണം ശരിക്കും അതിൽ. അങ്ങനത്തെ ഒരു ഫുഡായിരിക്കണം അവർ ഈ 3 നേരം കഴിക്കേണ്ടതെന്ന് ഞാൻ പറയണത്. അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കണോ, ദോശ കഴിക്കണോ? ഇഡ്ഡലി കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞാൻ പറയണത് ഇഡ്ഡലി സാമ്പാറിലോട്ട് ഇടുക. ഇപ്പം നിങ്ങൾക്ക് ചട്നി കൂട്ടി കഴിക്കണോ, നിങ്ങൾ ചട്നി കഴിച്ചോ, പക്ഷെ അത് വെറുതെ കുറേ വെളിച്ചെണ്ണ കുറേ ഇതും കൂടി താളിക്കണ്ട. അപ്പോൾ ആ ചട്നി അരയ്ക്കുന്നതിൽ ഇഞ്ചി, ചുമന്നുള്ളി, കാന്താരിമുളക്, തേങ്ങ ഇത് മാത്രം കൂട്ടി ഇട്ടാൽ മതി. കുറച്ച് ഉപ്പും. അതിനെന്താ, പുളിയുള്ള സാധനമാണല്ലോ ഈ മാവ്, പിന്നെ അതിൽ പുളി ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ഭക്ഷണം 2 ഇഡ്ഡലി കഴിച്ചോ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചട്നിയോ സാമ്പാറിൽ ഉരുളക്കിഴങ്ങും ചേന ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയേക്ക്. അങ്ങനത്തെ കഷ്ണങ്ങൾ നിങ്ങൾ കഴിക്കണ്ട. ഇപ്പോൾ വെണ്ടക്ക, വഴുതനങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ, അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാവില്ലേ സാമ്പാറിൽ, ആ സാമ്പാറിലോട്ട് 2 ഇഡ്ഡലി ഇടും. എന്നിട്ട് വയറ് നിറയെ നിങ്ങൾ കഴിച്ചോ അത്. അതിൻ്റെ കൂടെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സിൽ ഒരു ഫ്രൂട്ട് കഴിക്കണോ നിങ്ങൾക്ക്, ഒരു കഷ്ണമോ 2 കഷ്ണമോ പപ്പായും കഴിച്ചോ, പിന്നെ വേണമെങ്കിൽ ഒരു മുട്ട കഴിച്ചോ. എന്നാലും നിങ്ങളെ ഷുഗർ ഒരു ലെവൽ വരെ കൂടുള്ളൂ. നമ്മൾ സാധാരണ എന്താ ചെയ്യണത്, ഒരു 5-6 ഇഡ്ഡലി കഴിക്കും, കുറേ ചട്നി കഴിക്കും, പക്ഷേ വേറെ ഒന്നും കഴിക്കില്ല. അങ്ങനെ നിങ്ങൾ കഴിക്കേണ്ട. മുട്ടയിൽ എന്താ ഉള്ളത്, പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പപ്പായയിൽ വൈറ്റമിൻസ് ഉണ്ട്. ഒരു 1.5-2 ഇഡ്ഡലി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഉഴുന്നല്ലേ കൂടുതൽ ചേരുന്നത് അല്ലേ, കുറച്ചല്ലേ ചോറ് കഴിയുന്നതും കുറച്ച് ആഡ് ചെയ്താൽ മതി ഇഡ്ഡലിക്ക് മാവ് കൂട്ടി വെക്കുമ്പോൾ. പിന്നെ ഫെർമെൻറ്റ് ചെയ്ത സാധനം ഭയങ്കര നല്ലതാണ് നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും ലാക്ടോബാസില്ലസ് ഇതെല്ലാം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് നിങ്ങൾ കഴിച്ചോ. എന്നിട്ട് നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്നിട്ട് നിങ്ങളൊന്ന് ഷുഗർ നോക്കിയൊക്കെ, ഐ എം ഷുവർ യുവർ ഷുഗർ വിൽ ഗെറ്റ് കൺട്രോൾഡ്.